ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പ് കേസിൽ കെ ഡി പ്രതാപനെ ഈ മാസം 19 വരെ റിമാൻഡ് ചെയ്തു. കലൂർ PMLA കോടതിയുടേതാണ് നടപടി. കസ്റ്റഡി അപേക്ഷ ED അടുത്തയാഴ്ച കോടതിയിൽ സമർപ്പിക്കും. ഇവരുമായി ജിജീഷ് കരുണാകരൻ ചേരുക. ജിജീഷ് പ്രധാന പ്രതിയാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നതിന് മറ്റ് വിശദാംശങ്ങൾ കൂടി. KP കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് കെ ഡി പ്രതാപന്റെ അറസ്റ്റ് ഇന്നലെ രാത്രി വൈകി ഔദ്യോഗികമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്തിയത്. ഈ തട്ടിപ്പിൽ കെ ഡി പ്രതാപന്റെ പങ്ക് വ്യക്തമാക്കുന്ന നിരവധി തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിരുന്നു. മാത്രമല്ല കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈറിച്ചിന്റെയും ഒപ്പം തന്നെ ഹൈറിച്ചിന്റെ അനുബന്ധ സ്ഥാപനങ്ങളിലെയും ഈ തട്ടിപ്പിൽ പങ്കാളികളായ മറ്റ് ഏതാനും ആളുകളുടെയും അടക്കമുള്ള 260 കോടിക്ക് തുല്യമായ രൂപയുടെ സ്വത്തുവകകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയായ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുക. അടുത്തയാഴ്ച കെ ഡി പ്രതാപനായി കസ്റ്റഡി അപേക്ഷ നൽകും. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത് എവിടെയെല്ലാമാണ് കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുള്ളത്, എത്ര രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തി എന്നതിൽ കൂടുതൽ വ്യക്തത വേണം. പ്രത്യേകിച്ച് 1600 കോടിയോളം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്നാണ് ആദ്യം പോലീസ് അന്വേഷണത്തിലും പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിലും കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ 3500 കോടിയിലധികം രൂപ നിക്ഷേപകർക്ക് പല ഘട്ടങ്ങളിലായി നഷ്ടപ്പെട്ടു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. അത്തരത്തിലുള്ള സൂചനകളും വലിയ, അതായത് നിലവിൽ കണ്ടെത്തിയതിനപ്പുറമുള്ള ഒരു സാമ്പത്തിക തട്ടിപ്പിന്റെ ആഴം വ്യക്തമാക്കുന്ന തന്നെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ സാഹചര്യത്തിൽ കൂടുതൽ വിശദമായി കെ ഡി പ്രതാപനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കെ ഡി പ്രതാപൻ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നും കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ചോദ്യം ചെയ്യലിൽ കൃത്യമായി സഹകരിക്കുന്നില്ല. എവിടെ നിന്നെല്ലാം നിക്ഷേപങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, ആരിൽ നിന്നെല്ലാം നിക്ഷേപങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, ഇത് എവിടെയെല്ലാമാണ് ബിനാമി പേരുകളിൽ അടക്കം നടത്തിയിട്ടുള്ളത്, പണം മാറ്റിയിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല മറ്റ് ബിറ്റ്കോയിൻ ഇടപാടുകളിലൂടെയും വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ കെ ഡി പ്രതാപൻ നടത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് കൂടിയായിട്ടാണ് വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കസ്റ്റഡി അപേക്ഷ നൽകാൻ ഒരുങ്ങുന്നത്. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.